നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ കൊക്കോ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷമാണ് ഇത് ആദ്യമായിട്ട് ഈ കായ്ച്ചത്. ഈ വർഷം വീണ്ടും കായ്ച്ചിട്ടുണ്ട് നിറയെ. കണ്ടില്ലേ, ഇത് രണ്ട് വർഷം കൊണ്ടൊക്കെ തന്നെ കൊക്കോ കായ്ച്ചു തുടങ്ങും. ഇത് 3 വർഷമായ തൈയാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. അല്ലേ, ഒരു ചുമപ്പ് കളറുണ്ട് ചെറുതായിട്ട് അതിൻ്റെ തൊണ്ടിന്. അതുപോലെ തന്നെ ഇത് നല്ല മികച്ച ഇനമാണ്. അകത്ത് കുരുവിന് നല്ല വലിപ്പവും തൊണ്ട് കട്ടി കുറവുള്ളതുമായ ഇനമാണ്. കണ്ടില്ലേ, കൊക്കോയ്ക്ക് വളമായിട്ട് നമ്മൾ നൽകുന്ന ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വളമായിട്ട് നൽകുന്നത്. വേറെ ഒന്നും നമ്മൾ വലിയ വളമായിട്ട് നൽകുന്നില്ല. അതുപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുമുണ്ട്. വലിയൊരു പരിചരണമില്ലാതെ തന്നെ വളർന്ന കൊക്കോയാണ്. വളരെ ലാഭത്തിൽ നമുക്ക് വളർത്താൻ പറ്റും. വില ഇപ്പോൾ 700 രൂപയോളം കൊക്കോയ്ക്ക് വിലയുമുണ്ട്. ഇടയ്ക്ക് വില ഒന്ന് കുറഞ്ഞെങ്കിലും വില വീണ്ടും കൂടിയിട്ടുണ്ട് കൊക്കോയ്ക്ക്. ആദ്യം 200-250 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ കൊക്കോയുടെ വില. അത് 1000 രൂപയിലേക്ക് ഉയർന്ന് പിന്നീട് അത് താഴ്ന്നായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 700-750 രൂപയോളം ഉണക്ക കൊക്കോയ്ക്ക് വില വന്നിട്ടുണ്ട്. ഒരു 160 രൂപ, 170 രൂപ പച്ച കൊക്കോയ്ക്ക് വിലയുണ്ട്. അപ്പം നല്ലതായിട്ട് പുളിപ്പിച്ച് ഉണക്കിയ കൊക്കോയ്ക്ക് അത്യാവശ്യം നല്ല വില മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ നടുമ്പോൾ നാടൻ കൊക്കോയ്ക്ക് പകരം നല്ല ഹൈബ്രിഡ് ഇനങ്ങളോ അതല്ലെങ്കിൽ ബഡ് ഇനങ്ങളോ ഒക്കെ നടാൻ ശ്രമിക്കുക. കൂടുതൽ കായും അതുപോലെ തന്നെ ഈൽഡ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ കൊക്കോയുടെ ബീൻസിന് കൂടുതൽ കായ്ക്കകത്ത് കൂടുതൽ എണ്ണവും വെയിറ്റും ഒക്കെ നല്ല കൊക്കോ ഇനങ്ങൾക്കുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് കൊക്കോ കൃഷി. നമുക്കിത് ഇടവിളയായിട്ട് അതുപോലെ തന്നെ തനിവിളയായിട്ടും ചെയ്യാം. ഇടവിളയായിട്ട് റബ്ബറിനും ഒക്കെ ഇടവിളയായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ കൊക്കോയും കമുകും ഒക്കെ ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്.